ഞാൻ എപ്പോഴും പറയാറുള്ളത് ബി അൺസാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ്. ഹാപ്പിനെസ്സും അൺഹാപ്പിനെസ്സും എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. പൂർണ്ണേ മനസ്സി സമ്പൂർണ്ണം ജഗത് സർവം സുധാത്രവൈ ഉപാന ഗുണപാദസ്യ നനുചർമാസ്തൃതൈവ ഭൂമി. പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എന്നിൽ നിന്ന് ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമുണ്ടോ, അത് ഞാൻ ചെയ്യുമ്പോഴാണ് അത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദമാകുമ്പോഴാണ്. ലോകാനാം ഉപകാരായ, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഉപയോഗമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അതിന് മാത്രമേ ഈ കൃത്യമായിട്ടുള്ള ഭഗവാന്റെ ഡിക്ഷണറിയിൽ കർമ്മത്തിൽ പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് വിശ്വാസം. ഏറ്റവും നല്ല ഫേമസ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? സന്തോഷമാണ്. വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സന്തോഷിക്കാൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം സജിത. നമസ്കാരം. കർമ്മം ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ് പലപ്പോഴും പലർക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞൊരു കാര്യം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ കൊന്നാൽ പാപം തിന്നാൽ തീരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ വിചാരം, ഒരു കോഴിയെ കൊന്നാൽ അതിനെ കഴിച്ചു കഴിഞ്ഞാൽ അത് കൊന്നതിലുള്ള പാപം തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നുള്ളതിൻ്റെ ഉദ്ദേശം നമ്മൾ ആരെ ദ്രോഹിക്കുന്നോ, ആരെ വേദനിപ്പിക്കുന്നോ, ആരെ വിഷമിപ്പിക്കുന്നോ അതേ വേദന, അതേ വിഷമം ഏതെങ്കിലും രൂപത്തിൽ പിന്നീട് നമ്മൾ അനുഭവിച്ചിരിക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കർമ്മയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് അറിയുന്നത് 17-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ നിന്നും പോയിട്ടുള്ളൊരു ഗെയിമാണ് സ്നേക്ക് ആൻഡ് ലാഡർ, പാമ്പും കോണിയും കളി. അപ്പോൾ ആ കളിയുടെ ഉദ്ദേശം തന്നെ കർമ്മ തിയറി കുട്ടികളിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ നല്ല ഫലങ്ങൾ, നമ്മുടെ നല്ല പ്രവൃത്തികൾ നല്ല ഫലങ്ങളായിട്ട് കോണിയുടെ രൂപത്തിൽ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ എപ്പോഴെങ്കിലുമൊക്കെ പാമ്പിൻ്റെ രൂപത്തിൽ നമ്മളെ വിഴുങ്ങും, നമ്മളെ അധപ്പതിപ്പിക്കും. അപ്പോൾ എപ്പോഴും ഒരു കർമ്മത്തിൻ്റെ എഫക്റ്റ് ഇന്ന് ലോകം മുഴുവൻ എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ സിനിമകളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. കർമ്മ എന്ന് പറയുന്ന വാക്കുകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ. അപ്പോൾ നമ്മൾ സയൻസിൽ കേട്ടിട്ടുള്ള കാര്യമാണ് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ കുറച്ചും കൂടി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് ഒരു കർമ്മ വളരെ ലേമാന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഡോക്ടർ എങ്ങനെ ആരംഭിക്കും? ഈ ഭഗവത്ഗീത ബേസ്ഡ് ആയിട്ട് തന്നെ പറയണമെന്ന് എൻ്റെ ആഗ്രഹം. ഭഗവത്ഗീതയിൽ 3 യോഗങ്ങളാണല്ലോ. ഒന്ന് കർമ്മയോഗം, ഒന്ന് ജ്ഞാനയോഗം, ഒന്ന് ധ്യാനയോഗം. അപ്പം ഞാനിതിനെ കാണാറുള്ളത് ധ്യാനം എന്ന് പറയുന്നത് ഇമോഷണലാണ്. സ്നേഹം പ്രകടമാക്കുന്ന കാര്യങ്ങൾ, ബാക്കിയുള്ളവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ്, ഭഗവാനോടുള്ള പ്രേമമാണ് ശരിക്കും ധ്യാനം. അതെ. അപ്പോൾ മനസ്സിൽ നിന്ന് വരുന്ന ഫീലിങ്സിൽ നിന്ന് വരുന്നതാണ്, ഹാർട്ടിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഹാർട്ട് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് വന്നതുകൊണ്ട് പ്രകടമായിട്ട്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ഹാർട്ട്, അത് നല്ലപോലെ ഉണ്ട് എനിക്ക്. പക്ഷെ ഞാൻ ഒരു കാര്യത്തിലും അത് കാണിക്കുന്നില്ല. ഇപ്പോൾ സജിത ഇപ്പോൾ വന്ന് കയറിയതോ, സജിതയുമായിട്ടുള്ള എൻ്റെ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റാണ്. സജിതക്ക് ചിലപ്പോൾ എൻ്റെ അടുത്തുണ്ടാവുന്നത് എൻ്റെ ഇൻ്റലക്ച്വൽ ഒരു ഡിസ്കഷൻസിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആൾക്കാരെ. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള എച്ച് എന്ന് പറയുന്നത് ഹാർട്ടാണ്. മറ്റ് പ്രകടമായിട്ട് കാണുന്നത് എൻ്റെ ഹെഡാണ്. അതാണ് ജ്ഞാനയോഗം എന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ ഭാഗം. അപ്പോൾ 2 ഭാഗങ്ങൾ ജ്ഞാനയോഗവും ഒന്ന് ഭക്തിയോഗം. ഭക്തിയോഗം എന്ന് പറയുന്നത് ഹാർട്ട്, ജ്ഞാനയോഗം എന്ന് പറയുന്ന ഹെഡ്. ഇത് രണ്ടുണ്ടായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒന്ന് ഇമോഷണൽ, മറ്റൊന്ന് ഇന്റലക്ച്വൽ. ഇത് രണ്ടും ഉണ്ടായിട്ടും കാര്യമില്ല. ആ ഇമോഷണൽ ഇന്റലക്ച്വൽ രണ്ടിലും സജിത ആക്റ്റീവ് ആണ് എന്ന് അറിയുന്നത് കൊണ്ടാണ് വന്ന സമയത്ത് സജിതയെ പിടിച്ച് അവിടെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ആക്ഷനായി മാറി. ഇനി സജിതയ്ക്ക് സജിതയുടെ കർമ്മം ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പം നമ്മൾ കർമ്മത്തിലേക്ക് എഫക്റ്റീവായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ മാനസികമായിട്ട് എനിക്ക് വല്ല ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ കർമ്മം. ആക്ഷൻ. അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മാനസികമായിട്ട് നല്ല അടുപ്പുണ്ടായിട്ട് എന്താ കാര്യം? അച്ഛനും മക്കളോടും അമ്മയ്ക്കും മക്കളോടും ഹസ്ബൻഡും വൈഫും ഒക്കെ നല്ല ഹാർട്ട്ഫുള്ളാണ് അവർ. പക്ഷെ ഒരു പണിക്ക് ഒന്നിനും കൊള്ളില്ല അയാളെ. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ കർമ്മമാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഹാൻഡാണ് ആക്ഷൻ, ആക്ഷനാണ് കർമ്മം. അപ്പോൾ 3 എച്ചുകളാണ് ഭഗവത്ഗീതയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുക. ഒന്ന് ഹാർട്ട്, ഒന്ന് ഹെഡ്, ഒന്ന് ഹാൻഡ്. അതിൽ ഏതിനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ ഇല്ലാത്ത ഇൻ്റലിജൻസും സ്കിൽഫുൾ അല്ലാത്ത നമ്മുടെ അറിവുകളൊക്കെ യൂസ്ലെസ് ആണ്. അപ്പോൾ ഏതിനാണ് പ്രാധാന്യം? ആക്ഷനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ആക്ഷൻ്റെ ഭഗവാനായിട്ട് നമ്മൾ ആരെ കാണുന്നത്? കൃഷ്ണനെ.
കൃഷ്ണനെ കാണുന്നത്. വിഷ്ണു എന്ന് പറയുന്നത് ആക്ഷന്റെ ആളാണ്. അപ്പൊ എവിടെ വിഷ്ണു ഉണ്ടോ അവിടെ എന്തുണ്ട്? ലക്ഷ്മി ഉണ്ടാവും. ലക്ഷ്മി എന്ന് പറയുന്നത് കാശാണ്. ഉം. അപ്പൊ ആക്ഷൻ ഉണ്ടായാലേ കാശുണ്ടാവുള്ളൂ. കാശുണ്ടായാലേ ആക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ വിഷ്ണുവും ലക്ഷ്മിയും അങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നല്ലപോലെ അറിവുണ്ടാവണം. അറിവ് എന്ന് പറയുന്നത് നല്ലപോലെ ക്രിയേറ്റീവ് ആവണം. ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആക്ഷനിലായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ബ്രഹ്മാവും സരസ്വതിയും തമ്മിൽ വെട്ടിയെത്തിക്കുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ എനർജി അല്ല, ആറ്റിറ്റ്യൂഡാണ് ആ. എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും ആ എനർജി എന്ന് പറയുന്നതിൻ്റെ സങ്കല്പമാണ് ശരിക്കും പറഞ്ഞാൽ പാർവതി, ശക്തിദേവി. ആ ശക്തിദേവിയുടെ ഭർത്താവാണ് ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിറ്റേഷൻ, സമാധി, സമാധാനം, ആ അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കർമ്മത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷെ കർമ്മം നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഇനി പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഞാൻ ഡെയിലി രാവിലെ എഴുന്നേൽക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, ഞാൻ മാഷിൻ്റെ പണിയെടുക്കുന്നു, ഇത് കർമ്മമല്ല. കാരണം മാഷിൻ്റെ പണിയെടുത്താൽ അതിന് ശമ്പളം കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഇയാൾ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ ചെയ്തിരിക്കുന്നത്, ബിയോണ്ട് വാട്ട് യു ആർ സപ്പോസ് ടു ഡു. ഒരു അച്ഛനും അമ്മയും വീട്ടിലിരിക്കുന്ന മക്കളെ നോക്കുക എന്നൊക്കെ ഉള്ളത് അവരുടെ സാധാരണ കർമ്മ എന്ന് പറയുന്നത് അത് വളരെ ലോവർ ലെവലിലുള്ള കർമ്മ. അത് കഴിഞ്ഞ് പുറത്തെന്താണ് നമ്മൾ എക്സ്ട്രാ ചെയ്തത്, എന്നിൽ നിന്ന് ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം ഉണ്ടാവും. അതെ. അത് ഞാൻ ചെയ്യുമ്പോഴാണ്, അത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദമാകുമ്പോഴാണ്. ലോകാനാം ഉപകാരായ എന്നത്, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഉപയോഗമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അതിനെ മാത്രമേ ഈ കൃത്യമായിട്ടുള്ള ഭഗവാന്റെ ഡിക്ഷണറിയിൽ കർമ്മത്തിൽ പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ആക്ഷനോ റിയാക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ലോജിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു ആക്ഷൻ്റെ റിയാക്ഷൻ പൊടുന്ന തന്നെ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഒരു അല്പം കഴിഞ്ഞ് സംഭവിക്കുന്നതാണ്. പക്ഷേ ഒരു ആക്ഷൻ്റെ റിയാക്ഷൻ അടുത്ത ജന്മത്തിൽ സംഭവിക്കുന്നതിനും നമ്മൾ കർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് ഒന്ന് ലോജിക്കൽ മൈൻഡിന് കൺവിൻസിങ് ആവുന്ന രീതിയിൽ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? അല്ല, നമ്മൾ ഇപ്പം ഇന്ന് ചിന്തിക്കുന്ന കുറേ സംഭവം, ഇപ്പം ഇന്നിപ്പം നമ്മൾ ഒരാളെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ അതിൻ്റെ ചിന്ത ഉണ്ടായിട്ട്. അതെ. അപ്പം നമ്മൾ ഇന്നലത്തെ കുറേ ചിന്തകളുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ ആക്ഷൻ. അപ്പോൾ എത്ര പെർസെൻറ്റേജ്, ഒരു 90% ഇന്നലത്തെ ചിന്തകളാണ് ഇന്നും നമ്മളെ നയിക്കുന്നത്. നമ്മൾ എപ്പോഴാണോ ഈ ചിന്തകളിൽ റീഫില്ല് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്, ഇപ്പം 50% ഇന്നത്തെ ചിന്തകളല്ല ഇന്നലെ ഉണ്ടായിരുന്നതല്ല ഇന്നുണ്ടാവുന്നത്. ഞാൻ ഹൈലി ക്രിയേറ്റീവാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പുരോഗതിയിലേക്ക് പോവുക? ഏറ്റവും നല്ല ഓൺട്രപ്രൈനർ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല പഠിതാവ് എന്ന് പറയുന്നത് ഇന്നലെയുള്ള കാര്യങ്ങൾ മാത്രം ഇന്ന് ചിന്തിക്കുന്ന ആളല്ല. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീതയുടെ 3H വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ചിന്തിക്കാനും, അല്ല അത് ചിന്തിക്കലാ, ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതല്ല. ഈ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ കേൾക്കുന്നതാവണം എന്നില്ല ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും എൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത് എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരുന്നതിൽ 1/4 മാത്രമേ എൻ്റെതുള്ളൂ. ബാക്കി ഞാൻ ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ്. ആചാര്യാത് പാദമാദത്തെ പദം ശിഷ്യസ്വമേധയാണ്. ആ സ്വമേധയെ ഉണ്ടാക്കാൻ കഴിവുണ്ടാകുമ്പോഴേ ഞാൻ ക്രിയേറ്റീവ് ആവും. എല്ലാവരും ക്രിയേറ്റീവാണ്. പക്ഷെ അതിനൊരു സ്പേസ് കൊടുക്കണം, അതിലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഇപ്പം ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്ന എന്ത് ചെയ്യണം, അത് സ്കിൽഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, ഓപ്പർച്യൂണിറ്റികൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ ലോകത്ത്, പക്ഷെ അവർക്കില്ലാത്ത സ്കില്ലാണ്. നല്ല സ്കില്ലുള്ളവരുണ്ട്, അവർക്ക് എന്താ ഇല്ലാത്തത്? ഓപ്പർച്യൂണിറ്റി. ഇനി സ്കില്ലും ഓപ്പർച്യൂണിറ്റിയും നല്ലപോലെ ഉണ്ട്. ഓപ്പർച്യൂണിറ്റി അധികം കണ്ടെത്തല്ലേ ചെയ്യണം. കണ്ടെത്തണമെങ്കിൽ വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം എനിക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട് സ്വിമ്മിങ്ങിന്. നീന്തൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. എറണാകുളത്ത് നീന്തക്കുളയില്ല, ആരാ പറഞ്ഞില്ലെന്ന്? ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ എന്താ കാണാത്തത്? എനിക്ക് ശരിക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതെ. നല്ല താല്പര്യമുള്ള ഒരാൾ സിനിമാ തിയേറ്റർ എവിടെ പോയാലും കണ്ടെത്തും, ആരൊക്കെ സിനിമ ഇഷ്ടമാണെങ്കിൽ. നമ്മൾ ഡാൻസ് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ പോകുന്ന വഴിയിലൊക്കെ ഡാൻസ് ക്ലാസ്സുകൾ കാണും. പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്ക് എത്ര ബോർഡ് കണ്ടാലും അതാണെന്ന് അറിയില്ല. അപ്പോൾ സ്കില്ലും ഓപ്പർച്യൂണിറ്റിയും ആറ്റിറ്റ്യൂഡും ഇത് മൂന്നും ബാലൻസ്ഡ് ആയാൽ മാത്രമേ പെർഫോമൻസ് എന്ന് പറയുന്ന കർമ്മത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ മുന്നിലൂടെ പോകുന്നതാണ്, പക്ഷെ ഒരിക്കലും എനിക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അതാണ് പലപ്പോഴും ആൾക്കാരിൽ ഡിപ്രഷനൊക്കെ ഉണ്ടാക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഇല്ല, അല്ലെങ്കിൽ സ്കില്ലില്ല, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അവരാണ് നമ്മുടെ അടുത്തൊക്കെ വരിക. അവസാനം ആകെ ഡിപ്രസീവ് ആവും. ലൈഫ് ഒരു സുഖമില്ല, ശരിയില്ല. ലൈഫ് സുഖവും ശരിയില്ലാത്തതുകൊണ്ടോ ലോകം മോശമായതുകൊണ്ടോ അല്ല, എനിക്കത് കണ്ടെത്താൻ പറ്റിയില്ല എന്നതാണ്. വേൾഡ് ഈസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതില്ലാത്ത ഏത് സ്ഥലമാണ് ഉള്ളത്? എന്തൊക്കെ
എന്തൊക്കെ പോസിബിലിറ്റി ഉള്ളൊരു സ്ഥലമാണ് കൊച്ചിൻ, ആണോ അല്ലയോ? ആണ്. പക്ഷെ എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയാറ്. അവരെവിടെ കൊണ്ടിട്ടാലും അതുപോലെയാണ്. അത് അറിയാനുള്ള കഴിവാണ്. കർമ്മശേഷി എന്ന് പറയുന്നത് കർമ്മശേഷി മാത്രമല്ല, ഇതെല്ലാം കൂടിയുള്ള കോമ്പിനേഷനാണ് കർമ്മശേഷി. അതുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ട്രെയിൻ അല്ലെങ്കിൽ അതിനാണ് സത്സംഗം എന്ന് പറയുന്ന സംഭവം. ആ സത്സംഗത്തിൽ, എൻ്റെ സത്സംഗത്തിലാണ് സജിതയൊക്കെ ഉള്ളത്. എത്രയോ പേര് അല്ലേ, എന്തൊക്കെ ഡിസ്കഷൻസ് ആണ് വരിക. അവരൊന്നും അറിയുന്നവരോ അന്യോന്യം അറിഞ്ഞിട്ടുള്ളോ കണ്ടിട്ടുള്ളവരോ ആണെന്നുമില്ല. ആ ഷെയറിങ്, അതാണ് സത്സംഗം. നല്ല ചിന്തകൾ മാത്രം ആ സംഘത്തിൽ ഉണ്ടാവാം. അതുണ്ടായി കഴിഞ്ഞാൽ ദേ വിൽ പ്രോഗ്രസ് ദംസെൽസ്, ദേ വിൽ ഗെറ്റ് വാട്ട് ദേ വാണ്ട്. അതാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ പുതിയ ജനറേഷൻ്റെ ആക്ഷൻ പലപ്പോഴും റിസൾട്ട് ഓറിയൻറ്റഡ് മാത്രമായി പോകുന്നുണ്ടല്ലോ. അതായത് ഒരു റിസൾട്ട് അവർ ഉദ്ദേശിക്കുന്ന പോലെ വരുന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആയി പോകുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ ഡിപ്രഷനിലേക്ക് പോകുന്നു. അപ്പോൾ റിസൾട്ട് എന്തും ആയിക്കൊള്ളട്ടെ, ഐ എം ഗോയിങ് ടു ബി ആ ആക്ഷനിൽ 100% ഇൻവോൾവ് ആവാനും റിസൾട്ടിനെ കുറിച്ച് ബോധോടാവാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനേ ഭഗവത്ഗീതയുടെ ഒരു റോള് എങ്ങനെയായിരിക്കും? എന്താണ് റിസൾട്ട്? സജിത ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നതിന്റെ റിസൾട്ട് എന്താണ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ വിചാരിച്ചിട്ടോ അല്ല. പക്ഷെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും അൾട്ടിമേറ്റ് റിസൾട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സന്തോഷം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്താണ്? സന്തോഷം പ്രതീക്ഷ സന്തോഷം. ഏറ്റവും വലിയ ധനവാന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഹാപ്പിനെസ്. ഹാപ്പിനെസ് ആണ്. ഏറ്റവും നല്ല ഫേമസ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? സന്തോഷമാണ്. വിദ്യ അഭ്യസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സന്തോഷിക്കാനോ? വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖമാപ്നിയാത്. അപ്പൊ നമ്മളൊക്കെ ആരാ? ശൂദ്രന്മാരാ. സന്തോഷം കാക്ഷിക്കുന്നവന്റെ പേരാണ് ശൂദ്രൻ. അപ്പൊ ഞാൻ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും ശൂദ്രന്മാരായിട്ടാണ്. അതുകൊണ്ടാണ് ജനിക്കുമ്പോൾ നമ്മൾ ആരാന്ന് പറയുന്നത്? ജായതേ ശൂദ്ര എന്നാണ്. ജനിക്കുമ്പോഴേ നമ്മളിലുള്ള സ്വഭാവം സന്തോഷം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മറന്നിട്ടേ ആ ഗോളിനെ ആശ്രയിച്ചിട്ടാണ് എൻ്റെ ജീവിതം എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ. അത് ഇൻ്റർവ്യൂ ഫെയിലാവുമ്പോൾ ആ ജോലി എനിക്ക് നഷ്ടപ്പെടുന്നു. ഈ ജോലിനെ ആശ്രയിച്ചിട്ടായിരുന്നു എൻ്റെ ജീവിതം എന്നുള്ള രീതിയിലാണ് ആ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതും അറ്റൻഡ് ചെയ്യുന്നതും. പക്ഷെ അത് കിട്ടാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ, ഇതിനെ ആശ്രയിച്ചിട്ടുള്ള എൻ്റെ ജീവിതം ഇനി നടക്കില്ല എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ഹാപ്പിനെസ് പലപ്പോഴും, ഇത് ഹാപ്പിനെസ് എന്നുള്ള സംഗതി പലപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. എൻ്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന ബുക്കിന്റെ ബാക്ക് കവറിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഉം. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതാണ്. അതിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് വൺസ് എ ഡോർ ഈസ് ക്ലോസ്ഡ് ഇറ്റ് ഓപ്പൺസ് 101 ഡോർസ്. എനിക്കൊരു ജോലി നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്നത് അനേകായിരം ജോലികളാണ്. ഞാൻ ഒരു ബസ്സിൽ കയറുന്ന സമയത്ത്, ഒരു ബസ് കയറുമല്ലോ, അതെ. അപ്പോഴാണ് കാണുക അടുത്ത ബസ്സൊക്കെ കാലിയാണ്. ഇതാണെങ്കിൽ ഫുൾ റഷ്, ഇരിക്കാൻ സീറ്റും ഇല്ല. അപ്പം എന്താ എനിക്ക് തോന്നുക? അയ്യോ ആ ബസ് കയറായിരുന്നു തോന്നോ ഇല്ലയോ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ബസ് കയറി കഴിഞ്ഞാൽ കുറേ ബസ് മിസ്സായി. ഒരു ബസ് കയറിയാൽ കുറേ ബസ് മിസ്സായി. ഒരു ബസ് മിസ്സായാലോ കുറേ ചെറിയ ബസ് കിട്ടും. ഉണ്ടോ ഇല്ലയോ? അതെ. ജീവിതത്തെ അങ്ങനെ നോക്കിക്കാണും. നമുക്കൊരു ചാൻസ് പോയി. എന്നെ ഒരു ജോബിന് ഞാൻ പോകുന്ന സമയത്ത് അപ്പോയിന്റ് ചെയ്ത് എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ്. ലോകം ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് പറ്റുന്നതാണോ എനിക്ക് ഉപയുക്തമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ സീറ്റ്. ഈ സീറ്റിൽ എനിക്ക് ഈ വിത്തിലേ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ചും കൂടി വൈഡർ ആണെങ്കിൽ എനിക്ക് വലിയ സീറ്റ് വേണം. വളരെ ചെറുതാണെങ്കിൽ ഈ സീറ്റ് എനിക്ക് പറ്റിയതല്ല. അത്രയൊക്കെ കാണുന്നു. അപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് വരും. ആ ഒരു കോൺഫിഡൻസ് എന്നിൽ ഉണ്ടാവുന്നത് എപ്പോഴാ? എന്നിൽ എനിക്ക് വിശ്വാസമുള്ളപ്പോഴാണ്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടാവുകയാണ്. അതില്ലെങ്കിൽ ജീവിതം നഷ്ടം. എവിടെ എത്തിയാലും അൺഹാപ്പിയാണ്. അയാൾക്ക് അവിടെ എത്തി ഒരു ജോലി കിട്ടിയാലോ, ഈ ഫയലല്ല എൻ്റെ അടുത്ത് വരുന്നത്, മറ്റേ ഫയലാണ് വരേണ്ടത്. ഈ പണിയല്ല എനിക്ക് തരേണ്ടത്, മറ്റേ പണിയാണ് എനിക്ക് തരേണ്ടത്. എവിടെയും അൺഹാപ്പി ആയിരിക്കും. ദാറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ്. ഈ ഹാപ്പിനെസ്സും അൺഹാപ്പിനെസ്സും എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. പൂർണ്ണേ മനസ്സി സമ്പൂർണ്ണം ജഗത് സർവം സുധാത്രവൈ ഉപാന ഗുഡപാദസ്യ നനുചർമാസ്തൃതൈവ ഭൂവോ. ഞാൻ പോകുന്നിടത്തൊക്കെ നല്ല കാഴ്ചകൾ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. നല്ലത് കാണാനുള്ള കണ്ണെനിക്കുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും നല്ലത് കാണാൻ പറ്റും. അത്രയൊക്കെ പറയാൻ പറ്റും. നമ്മളൊന്ന് ആഗ്രഹിച്ചിട്ട് അത് സാധിച്ചു കഴിയുമ്പോഴേ, അത് ലഭിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ മനസ്സ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ആഗ്രഹത്തിലേക്ക് അവിടെ ചാടുകയാണല്ലോ. ഒരു കാറ് ആഗ്രഹിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു മോഡലിലേക്ക് നമ്മുടെ മനസ്സ് ചാടി പോകുന്നുണ്ടല്ലോ. ഇതാണല്ലോ ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡ് തന്നെ. അത് നല്ലതാണ്. അതെ. ആ മനുഷ്യൻ എന്ന് പറയുന്നത്, ഈ ലോകം നിലനിൽക്കുന്നത് ഗൃഹസ്ഥാശ്രമികളിലാണ്. ആഗ്രഹങ്ങളില്ലാത്തൊരു ലോകം ഉണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഇല്ല. പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും
ഞാൻ ഫേമസ് ആവുമ്പോൾ എനിക്ക് ആഗ്രഹം ഇതിനേക്കാളും ഫേമസ് ആവണമെന്നാണ്. ഞാൻ റിച്ച് ആവുമ്പോൾ എൻ്റെ ആഗ്രഹം 10 കിട്ടുകിൽ 100 നൂറ്. മതിയെ 100 മതിയെന്നും ശതമാകം സഹസ്രം മതിയെന്നും എന്നാണ്. അപ്പോൾ ആ ആഗ്രഹമില്ലെങ്കിൽ ഒരു ലോകം നടത്തുന്നത് ഈ സന്യാസിമാരോ അറിവുള്ളവരോ ഒന്നുമല്ല. ഇതിനൊക്കെ കാശ് കൊടുക്കുന്ന ഗൃഹസ്ഥാശ്രമികളാണ്. ആ കാശ് ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തിടത്തോളം കാലം ലോകം പ്രോഗ്രസീവ് ആവില്ല. അപ്പോൾ ആഗ്രഹിക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആദ്യം വേണ്ടതെന്താ അറിയോ? നോട്ട് ബീയിങ് സാറ്റിസ്ഫൈഡ്. ഉം. ഇത് മതി എന്നൊരു ബോധം ഉണ്ടായാൽ അവൻ ഒരിക്കലും നന്നാവില്ല. അറിവിൽ ഇത് മതി പോരാ, എൻ്റെ ധനത്തിൽ ഇത് മതി പോരാ, എനിക്ക് ഇനിയും 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 മുകളിലോട്ട് പോകണമെന്ന് പോകുമ്പോഴേ ചീഫ് മിനിസ്റ്ററുടെ ആഗ്രഹം പ്രൈം മിനിസ്റ്റർ ആവണമെന്നാവണം. അല്ലെങ്കിൽ അയാൾ തീർന്നു, അടുത്ത ഇലക്ഷൻ അയാൾ പോകും. ഓരോ ലെവലിലും മുകളിലോട്ട് പോകുന്ന ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ജീവിതം. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ബി അൺസാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ്. സാറ്റിസ്ഫൈഡ് എന്നല്ല, ബി അൺസാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ് ബട്ട് ബി ഹാപ്പി. ഞാൻ ഹാപ്പിയാണ്, പക്ഷേ ഈ രണ്ട് വാക്കുകളും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ ക്യാൻ ബി ഹാപ്പി ബട്ട് ഐ ക്യാൻ ബി അൺസാറ്റിസ്ഫൈഡ്. ഞാൻ ഇന്നീ പറഞ്ഞത് മതിയോ എന്ന് ചോദിച്ചാൽ പോരാ, ഇതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റും, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ അറിവ് വെച്ച് എനിക്ക് ഇത്രയേ കിട്ടുള്ളൂ. അപ്പം നാളെ ഇതേ സബ്ജക്റ്റ് പറഞ്ഞാൽ എങ്ങനെ പറയണം? കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. ആ ഇമ്പ്രൂവ്മെന്റിൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അൺസാറ്റിസ്ഫൈഡ് ആവാം. ഞാൻ സാറ്റിസ്ഫൈഡ് ആയാൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ഇന്റർവ്യൂ പരിപാടി തുടങ്ങിയിട്ട് 10-25 വർഷമായി. പക്ഷേ ഒരു അൺസാറ്റിസ്ഫൈഡ് ഫീലിംഗ് നമ്മളുടെ സന്തോഷം കളയില്ലേ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാനുള്ള കഴിവ് വേണം.